Hey guys, how you all doing? സമ്മർ ഇവിടെ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ വിചാരിച്ചു ലാസ്റ്റായിട്ട് സമ്മറിൽ ഒരു ട്രിപ്പ് നടത്താൻ. അതും നമുക്ക് തൊട്ടടുത്ത് തന്നെയുള്ള എലോറ എന്ന് പറയുന്നൊരു കൺസർവേഷൻ ഏരിയ ഉണ്ട്. സോ അവിടെ വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാനാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. സമയം 4:43. ഒരു 8 മണിയൊക്കെ ആവാനാവും, സൺസെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെയൊക്കെ അങ്ങനെ ആയിരുന്നു. നമുക്കിവിടെ നിന്നൊരു 1 hour 18 minutes ആണ് ഡ്രൈവ് ഉള്ളത്. സോ ലെറ്റ്സ് ഗോ. ചെറിയൊരു മഴക്കോള് പോലെ തോന്നുന്നുണ്ട്, പെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. കണ്ടറിയാം. എവിടെ പോയാലും ഫസ്റ്റ് ഒരു ഡ്രിങ്ക് അത് മസ്റ്റ്. സമ്മറായിട്ട് എവിടെയും പോയില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മൈൻഡിൽ പെട്ടെന്നൊരു തോട്ട് വന്നത്, ചുമ്മാ ഒന്നൊരു ഡ്രൈവ് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് എലോറ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടൗൺ. എനിക്ക് കുറേ നാളുകൊണ്ട് ഇവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ചെറിയ ചെറിയ ടൗണുകൾ, അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലാത്ത കാനഡയിലെ കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ അതിലും GTA മാത്രമാണ് നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടുവരുന്നത്. ഒരു ഭാഗം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള റോഡുകളും ഒക്കെയാണുള്ളത്. അങ്ങനെ ഒരു അടിപൊളി ഡ്രൈവിന് ശേഷം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു ഓൺലൈനിൽ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് നമുക്ക് ആ കൺസർവേഷൻ ഏരിയയിൽ കയറാൻ പറ്റില്ല. ഇപ്പോൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഫുള്ളാണെന്നാണ് കാണിക്കുന്നത്. ഈവൻ നാളേക്കാണെങ്കിൽ പോലും ഭയങ്കര ഫുള്ളാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ജസ്റ്റ് ഈ ഡൗൺ ടൗൺ ഒക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടിട്ട് പോവാം. എന്തായാലും ഇപ്പം എന്തായാലും ഒരു 6:15 ആയിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിലും കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും നടന്ന് കാണാനുള്ള ആ ഒരു ടൈം എന്തായാലും അതിലുണ്ടായിരുന്നില്ല. സോ ഇവിടെ കുറേ ഫാമേഴ്സ് മാർക്കറ്റും അങ്ങനെയുള്ള നമുക്ക് കാണാൻ അടിപൊളിയായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ജസ്റ്റ് കാണാം. ഇങ്ങനെ നമുക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇട്ടിട്ട് അവിടെ ആയിട്ട് ഒരു പാർക്കുണ്ട്, ബിസലോ അങ്ങനെ എന്തോ ഒരു പാർക്കുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് റൈറ്റ് എടുക്കുമ്പോഴാണ് ഡൗൺ ടൗൺ വരുന്നത്. സോ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അതാണൊരു പാർക്ക് വരുന്നത്. നമുക്ക് ആദ്യം ആ പാർക്കിൽ പോയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. പുറത്തേക്ക് ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് കുറച്ച് സൺബേൺ അടിച്ചിട്ട് എൻ്റെ മുഖവും കഴുത്തും ഒക്കെ ഭയങ്കര സീനായിട്ടിരിക്കുകയായിരുന്നു. സോ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു വെയിലും എല്ലാം കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഇനി പണി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇനി സമ്മർ തീരുന്നതിന് മുന്നേ എങ്ങും പോയില്ല എന്നുള്ള ഒരു സങ്കടം വരണ്ടല്ലോ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പാത്ത് വേ പോലെയുണ്ട്. അൺസൂപ്പർവൈസ്ഡ് ഏരിയ. ഈ വെള്ളത്തിലൊക്കെ നമ്മൾ ഇറങ്ങിയാൽ കണ്ടോ, ഒരു ചെക്കനല്ല ഒരു പുള്ളിക്കാരനും അമ്മൂമ്മയും കൂടെ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അടുത്ത സമ്മറിൽ മീൻ പിടിക്കാൻ പോകണം. മീൻ കഴിക്കില്ലെങ്കിലും ഒരു ഉളുപ്പില്ലാതെ മീൻ പിടിക്കാൻ പോകണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ 2 കുരിപ്പുകൾ. അയ്യോ, അവിടെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇവരൊക്കെ ആവുമ്പം മെയിനാണ്. പണ്ട് ദുബൈയിൽ വെച്ചിട്ട് മംസാർ പാർക്കിൽ പോകുമ്പം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ ആളുകൾ ഗ്രില്ലൊക്കെ ചെയ്യാനും. അത് കാണുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, അല്ല എനിക്കും ചെയ്യണം എന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇന്ത്യയിലെത്തിയ പോലെ ഈ ചുരിദാറൊക്കെ ഇട്ട് മമ്മി നിൽക്കുന്നു. പാലം പോലെ കാണുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോയാലോ?
ആ കാണുന്നതാണ് വാട്ടർഫോൾസ്. ഈ ഒരു വെയിലൊക്കെ അടിച്ചിട്ട് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺലൈറ്റ് ഇങ്ങനെ ചില ഒബ്ജക്ട്സിൽ തട്ടുമ്പോൾ അതിനെന്തെന്നില്ലാത്തൊരു പ്രത്യേക ഭംഗി വരും. ഞാൻ റിയലി 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 ലവ് ഇറ്റ്. പിടിക്കാൻ പറ്റില്ല, ഓൾറെഡി സൺബേൺ അടിച്ചിട്ടുള്ളതുകൊണ്ട്. അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മുമ്പേ കണ്ട ആ പാത്ത് വേ നേരെ കിടപ്പുണ്ട്. സോ അതുവഴി പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് കാം ചെയ്യിക്കുന്ന ഒരു സൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എനിക്ക് ആരും കയറാത്ത വഴികളാണ് ഇഷ്ടം. ഞാനും വെള്ളച്ചാട്ടവും പിന്നെ ബ്രിഡ്ജും. നമ്മളിവിടെ കുറേ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തെ റോഡിലെത്തും. ഹൈഡ് ഔട്ട് സ്പോട്ട്സ്. നമുക്കിവിടുന്ന് തിരിച്ച് നടക്കാം. ആകെ ഒരു വെള്ളച്ചാട്ടവും ഈ ബ്രിഡ്ജ് മാത്രമേ, പിന്നെ ആ പാർക്കിൻ്റെ കുറച്ചൊരു ഭാഗം മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം നേരെ ഇവിടുന്ന് തിരിച്ചു പോയിട്ട് നമുക്ക് ഡൗൺ ടൗൺ ഏരിയ കാണാം. ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഹുഡ് ഇട്ടുകൊണ്ട് ഈ വെയിലത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ചൂടുണ്ടാവുമെന്നാണ്. പക്ഷേ എന്തായാലും സമ്മർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഫാളിൻ്റെ ഒരു എല്ലാ രീതിയിലുള്ള ലക്ഷ്യങ്ങളും കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തണുത്ത കാറ്റും എല്ലാം ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും എന്നെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വന്നാൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇപ്പം നമ്മൾ ഫസ്റ്റ് വെള്ളച്ചാട്ടം കണ്ടെടുത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ചെറിയ തണുത്ത കാറ്റായി തുടങ്ങി. ചില ഇലയൊക്കെ വാടിത്തുടങ്ങി. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈം ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഫോൾ സീസണാണ്. കാരണം ആ ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ഷെയ്ഡ് ആ ഇലകൾക്കൊക്കെ വന്നിങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പം അതിൻ്റെ ആ ഒരു തുടക്കം വന്നിട്ടുണ്ട്. ലൈക്ക് ചെറിയ രീതിക്ക് ബ്രൗൺ ഷെയ്ഡ്സൊക്കെ ഇലകൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പുറത്ത് പോകാനൊക്കെ ഒരു മടി ഉണ്ടാവില്ല. ചൂടുമില്ല തണുപ്പില്ല പോലെ. ക്യൂട്ട് കപ്പിൾസ്. നാട്ടിലെ ട്രാക്ടർ പോലെ ഇവിടെ ഉണ്ട് ഇന്ത്യൻ ക്യുസീൻ. താജ്മഹൽ ഇന്ത്യൻ ക്യുസീൻ. ശരിക്കും ഇവിടെ ഇത്രയും സ്റ്റോറുകളുണ്ടെങ്കിലും ഫസ്റ്റ് മണം അടിക്കുന്നത് നമ്മുടെ ഫുഡിൻ്റെ അല്ലേ? ആ ഒരു സ്പൈസസിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കുന്നു. താജ്മഹൽ. സംതിങ് ഫിഷി. നേരത്തെ കാണിച്ച കൺസർവേഷൻ ഏരിയ നമുക്ക് സമ്മർ ടൈമിൽ കുറേ ആക്ടിവിറ്റീസിന് അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. അതായത് ഹൈക്കിങ്, ട്യൂബിങ്, കയക്കിങ് ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസിന് ഈ ഒരു സ്പേസ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഇവരുടെ ഡൗൺ ടൗൺ വന്നിട്ട് കുറേ വിൻറ്റേജ് ഷോപ്പുകളും കഫേസും ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു കുട്ടി കുറേ ഷോപ്പുകൾ ചേർന്നിട്ടുള്ളൊരു ഡൗൺ ടൗൺ ആണ്. ആൻഡ് ഈവനിങ് ഒക്കെ ഒരു നൈസ് ആൻഡ് ക്യൂട്ട് വാക്കിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു ഡൗൺ ടൗൺ വന്നിട്ട്. ഈ ഒരു ടൗണിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1832 ക്യാപ്റ്റൻ വില്യം ഗിൽസൺ എന്നൊരു സ്കോട്ടിഷ് സെറ്റിലറാണ് ഈ ഒരു ടൗൺ ഫൗണ്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് നാച്ചുറൽ അട്രാക്ഷൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എലോറ ഗോർജ് കൺസർവേഷൻ ഏരിയ, എലോറ ക്വാറി, എലോറ കാറ്ററാക്ട് റെയിൽവേ ഇതൊക്കെയാണുള്ളത്. ആൻഡ് ഇവരുടെ ഒരു ആർട്സ്, കൾച്ചർ, ഫെസ്റ്റിവൽസ് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ ഒരു 3 weeks നീണ്ടു നിൽക്കുന്ന എലോറ ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ ടോപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് പെർഫോം ചെയ്യാറുണ്ട്. ആൻഡ് പിന്നെ വരുന്നത് റിവർ ഫെസ്റ്റ് എലോറയും മോൺസ്റ്റർ മന്തുമാണ്. ഇത് രണ്ടും നടക്കുന്നത് സെപ്റ്റംബറിലും ഒക്ടോബറിലുമാണ്. ആൻഡ് ഓൾസോ ഇവർക്ക് വീക്ക്ലി ഫാമേഴ്സ്
മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയാൽ നല്ല അടിപൊളി നല്ല ഫ്രഷായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത വെജീസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഡൗൺ ടൗണിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള പിക്ചേഴ്സും പോസ്റ്റും ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ ക്യൂട്ട് ലിറ്റിൽ സ്പോട്ട്സ് ഞാനിവിടെ കണ്ടു. കുറേ സ്ഥലത്തൊക്കെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും പുറത്തിങ്ങനെ ഓരോ പാറ്റോസ് കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയായിരുന്നു എത്ര ദിവസം കൂടി കാണും ഇതൊക്കെയെന്ന്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. വെട്ടമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു ചെറിയ ഒരു ടൗൺ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമ്മർ മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. പുട്ടീനും ഹോട്ട് ഡോഗ്സും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ്. നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഐസ്ക്രീം സാൻഡ്വിച്ച്. നമ്മൾ ആ ഡൗൺ ടൗൺ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സമ്മർ മാർക്കറ്റ് പോലെ. ഇവിടെ ഇങ്ങനെ കുറേ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്, ഫുഡുണ്ട്, ഐസ്ക്രീം ഉണ്ട്. അതും ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ ഐസ്ക്രീമൊക്കെ മേടിക്കാൻ കയറി എന്തായാലും ഒരു $5 മുകളിലാവാറുണ്ട്. പക്ഷേ ഇവിടെ $3 ഐസ്ക്രീം ഞാൻ കണ്ടു. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ആൻഡ് ഇവിടെ ക്യൂട്ടായിട്ട് ഇരിക്കാനുള്ള കുറേ പാറ്റിയോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ കാണും. Feels like I'm the main character in a movie. അവിടേക്ക് പോയാൽ സൺസെറ്റ് കാണാൻ പറ്റുമോ തോന്നുന്നു. ഒരു യൂറോപ്യൻ ഫീലുണ്ട്. മൈ ഗോഡ്, ആ വ്യൂ കണ്ടോ? മോർ ദാൻ ഒരു 1.5 hours ഇവിടെ ഫുള്ള് കറങ്ങി നടന്നു. തിരിച്ചു പോവാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്തിരി തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. വെറുതെ എന്തിനാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വിശക്കുന്നില്ല. എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. റിവേഴ്സൈഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്നെനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വണ്ടി മാത്രം. എല്ലാവരും പോയി. സൺസെറ്റ് ആയിരിക്കണോ? Sunset girly. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ഫോളോ മീ. ആൻഡ് അടുത്ത വീഡിയോക്ക് വേണ്ടി ബൈ.